ദൈവം പ്രത്യേകമായി രൂപം നൽകുന്ന ഓരോ മനുഷ്യാത്മാക്കൾക്കും പിന്നിൽ വലിയ ദൈവിക പദ്ധതികളുടെ അടിസ്ഥാനമുണ്ട്. ഓരോ ജീവിതത്തിനും ഓരോ ദൈവവിളികളുണ്ട്. എന്നാൽ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത കയ്യൊപ്പ് ചാർത്തുന്ന ചില ജീവിതങ്ങൾ, അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി മാറി അനേക ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കുന്നവരാണ്. തങ്ങളുടെ ദൗത്യ നിർവഹണത്തിലൂടെയും വ്യക്തിത്വത്തിലൂടെയും പോലും ഇവർ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. അതെ, ദൈവം അഭിഷേകം ചെയ്ത പ്രിയപ്പെട്ട അഭിഷിക്തരിലൂടെ എന്നും അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. കോഴിക്കോട് രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ തോമസ് പനക്കൽ തൻ്റെ സ്വതസിദ്ധമായ സൗമ്യത കൊണ്ടും സ്വാധീന ശക്തി കൊണ്ടും കർത്താവിൻ്റെ അജഗണത്തിന് പ്രിയങ്കരനാണ്. എവിടെയും അത്ഭുതകരമായൊരു മുൻഗണന അദ്ദേഹത്തിന് ലഭിച്ചു പോന്നിരുന്നു. പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെടുകയും ദൈവത്തിൻ്റെ വിവിധ പദ്ധതികളുടെ വാഹകനായി മാറുകയും ചെയ്ത ഈ അഭിഷിക്തന്റെ അനുഭവങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തർക്കും ആവേശകരമാണ്. എക്കാലവും ബഹുമാനപ്പെട്ട പനക്കലച്ചനെ പിന്തുടർന്നു പോന്ന ദൈവിക തീരുമാനങ്ങൾ വിസ്മയനീയമായിരുന്നു. വളരെ സംവേദനക്ഷമമായ ഏറെ ഉത്തരവാദിത്തങ്ങളിലൂടെ അദ്ദേഹം എന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു പോന്നു. മലയാള നാടിൻ്റെ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചാൽ ആധുനിക സങ്കല്പങ്ങൾക്ക് വിപരീതമായ സങ്കീർണങ്ങളായ ഏറെ പഴങ്കഥകൾ അവിടെ പൊടിപിടിച്ചു കിടക്കുന്നു. തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയുമായ സാമൂഹിക വിവേചനങ്ങളും അധകൃത വർഗങ്ങൾക്ക് നേരെയുള്ള അനീതികളും അവിടെ ദൃശ്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ പരിതാപകരമായ അവസ്ഥയിൽ ജീവിച്ചു പോന്ന ഏറെ ജനവിഭാഗങ്ങൾ നമുക്കിടയിലുണ്ട്. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളും ഇന്ന് സകല മനുഷ്യരും പങ്കുവയ്ക്കുന്നു. ഇത്തരം മെച്ചപ്പെട്ട ഒരു സാമൂഹിക സ്ഥിതിയിലേക്ക് ഈ ദേശത്തെ കൈപിടിച്ചുയർത്തിയ ഏറെ മഹാത്മാക്കളുണ്ട്. അതിൽ വിസ്മരിക്കാനാവാത്ത ഏറെ മിഷണറിമാരും. കേരളത്തിലെ സാമൂഹിക ദുരാചാരങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നതിൽ അവരിൽ പലരും വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. 1930കളിൽ തുടക്കം കുറിച്ച ചിറക്കൽ മിഷൻ ഇത്തരത്തിൽ വിദേശ മിഷണറിമാരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വലിയൊരു ഉദാഹരണമാണ്. ഫാദർ ആൻഡ്രൂ പീറ്റർ കൈറോണി എന്ന ഈശോ സഭാ വൈദികന്റെ നേതൃത്വത്തിൽ ആരംഭം കുറിച്ച് പിന്നീട് ബഹുമാനപ്പെട്ട ലീനസ് മരിയ സുക്കോളച്ചൻ്റെ കരങ്ങളിലൂടെ വളർന്നു വികസിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ലത്തീൻ മിഷൻ ആയിരുന്നു അത്. ബഹുമാനപ്പെട്ട തോമസ് പനക്കലച്ചൻ്റെ അടുത്ത നിയോഗം ഈ മണ്ണിലായിരുന്നു. മഹാന്മാരായ ഏറെ അഭിഷിക്തരുടെ കരങ്ങളിലൂടെ കാനാൻ ദേശമായി മാറിയ ആ മണ്ണിൽ അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖല തിരിച്ചറിഞ്ഞു. ചിറക്കൽ മിഷന്റെ കേന്ദ്രമായിരുന്ന പിലാത്തറ വ്യാകുലമാത ഇടവക വികാരിയായാണ് അദ്ദേഹം അവിടെ എത്തിയത്. പിലാത്തറ പള്ളി ഉൾക്കൊള്ളുന്ന മറ്റു പള്ളികളെയും കുറിച്ച് പറയുന്നത് ചിറക്കൽ ഫൊറോന എന്നാണ്. ഒരൊറ്റ ഫൊറോനയുള്ളൂ, അത് ചിറക്കൽ ഫൊറോന. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി പറയുന്നത് ചിറക്കൽ മിഷൻ എന്നും കൂടി പറയും. അത് ഫാദർ കൈറോണി SJ, ഒരു ഇറ്റാലിയൻ മിഷണറിയാണ് ആ ചിറക്കൽ മിഷൻ ആരംഭിക്കുന്നത്. അദ്ദേഹം താവം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് 12 പേരെയാണ് മാമോദീസ കൊടുക്കുന്നത്. 12 പേർക്ക് മാമോദീസ നൽകിക്കൊണ്ട് അദ്ദേഹം
തൻ്റെ ചിറക്കൽ മിഷൻ ആരംഭിക്കുകയാണ്. ഇന്ന് അത് 20,000-ത്തിലധികമായി വർദ്ധിച്ചിരിക്കുകയാണ്. ചിറക്കൽ മിഷന് തുടക്കം കുറിച്ച വിദേശ മിഷണറിമാരുടെയും തുടർന്ന് ആ ദൗത്യമേറ്റെടുത്ത കോഴിക്കോട് രൂപതയുടെയും ലക്ഷ്യം വ്യക്തമായും സാമൂഹിക നവോത്ഥാനമായിരുന്നു. ഒരുപക്ഷെ ലോകത്തു മറ്റെങ്ങുമില്ലാത്ത രീതിയിൽ ഇവിടെ പിന്തുടർന്നു പോന്ന മനുഷ്യത്വരഹിതമായ വിവേചനത്തിൻ്റെ പിടിയിൽ നിന്നും വലിയൊരു വിഭാഗം ജനങ്ങളെ കരകയറ്റുക എന്ന വലിയ ദൗത്യമായിരുന്നു അത്. തങ്ങളുടെ നിസ്വാർത്ഥ സ്നേഹത്തിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിച്ച ആ മിഷണറിമാരുടെയും അഭിഷിക്തരുടെയും ജീവിതം ഏറെപ്പേരെ ക്രിസ്തുമതം സ്വീകരിക്കുവാൻ പ്രേരിപ്പിച്ചു. ഇന്ന് 28,000-ത്തിലധികം അംഗങ്ങളുള്ള ചിറക്കൽ മിഷന് കീഴിൽ 60 ഇടവകകളുണ്ട്. ഞാൻ ചെല്ലുന്നത് 1991-ലാണ്. അതിനു മുമ്പ് മിഷൻ ആരംഭിച്ച കാലങ്ങളിൽ 30-കളിലാണ്, 1930-കളിലൊക്കെ. അപ്പോൾ ബോണ്ടഡ് ലേബർ ഉണ്ടായിരുന്നു. ബോണ്ടഡ് ലേബർ എന്ന് പറഞ്ഞാൽ അതായത് ഒരു കുടുംബം മുഴുവനും ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരാർ. അപ്പം വേറെ എങ്ങും പോകാൻ പറ്റില്ല. ആ കുടുംബം മുഴുവനും ഭാര്യയും മക്കളും എല്ലാവരും ആ മുതലാളിയുടെ കീഴിൽ പണിയെടുത്തുകൊള്ളണം. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ കൈറോണി അച്ഛൻ അവരെല്ലാവരെയും വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്തത്. അവരുടെ പത്രം അച്ഛൻ വാങ്ങിയിട്ട് അയാൾക്ക് വേണ്ടുന്ന പൈസ, അയാൾ എന്താണ് എഴുതിയിരിക്കുന്നത്, അയാൾ ചിലപ്പോൾ അതിൻ്റെ ഇരട്ടിയൊക്കെ എഴുതും. അങ്ങനെ ആ പൈസയെല്ലാം കൊടുത്ത് ഇവരെ വാങ്ങുകയാണ്. അങ്ങനെ ബോണ്ടഡ് ലേബർ ഇല്ലാതാക്കിയ ഒരു അവസരം കൂടിയാണ് ചിറക്കൽ മിഷൻ്റെ ആരംഭം. അദ്ദേഹം ഒത്തിരി സ്ഥലങ്ങളെല്ലാം സഭയ്ക്ക് വേണ്ടി വാങ്ങി കൈറോണി അച്ഛൻ. അതിനുശേഷം നമുക്കറിയാവുന്ന പോലെ ഫാദർ സുഗാൾ, LM സുഗാൾ, ഈ അടുത്ത കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരിച്ചത്. 98-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. ഈ 98-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും അദ്ദേഹം ചിറക്കൽ മിഷന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. 10,000-ത്തിലധികം ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനു വേണ്ടുന്നുള്ള സ്ഥലവും. എൻ്റെ കാലത്ത് തന്നെ അദ്ദേഹം വഴിയായിട്ട് 10 ഏക്കർ സ്ഥലം വാങ്ങി. അതിനകത്ത് 34 വീടുകൾ വെച്ച് ഞാൻ തന്നെ എന്നിലൂടെ അത് വിതരണവും ചെയ്തു. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോറിനെ ഈ മണ്ണിലേക്ക് എത്തിച്ചതിനു പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികളുണ്ടായിരുന്നു. ഇന്ന് കണ്ണൂർ രൂപതയുടെ പ്രധാന ഭാഗമായ ചിറക്കൽ മേഖലയുടെ ആത്മീയ വളർച്ചയ്ക്കുതകുന്ന കാലാനുസൃതമായ ഏറെ മാറ്റങ്ങൾ ഇദ്ദേഹത്തിലൂടെ നടപ്പാക്കപ്പെട്ടു. പിലാത്തറ കേന്ദ്രമായ ഒറ്റ ഫൊറോനയായിരുന്ന ഈ വിശാലമായ പ്രദേശത്തെ വിഭജിച്ച് പല ഫൊറോനകളാക്കി മാറ്റുവാനും ഒപ്പം അനിവാര്യമായിരുന്ന പല മാറ്റങ്ങളും കൊണ്ടുവരുവാനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനായി. കാസർഗോഡ് മുതൽ പാപ്പിനിശ്ശേരി വരെയായിരുന്നു എൻ്റെ ഫൊറോനയുടെ വിസ്തീർണം. കാസർഗോഡ് മുതൽ പാപ്പിനിശ്ശേരി. പാപ്പിനിശ്ശേരി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫൊറോനയുണ്ട് കണ്ണൂർ. അതാണ് ആ കണ്ണൂർ ഫൊറോനയും ഈ ചിറക്കൽ ഫൊറോനയും ചേർത്തുകൊണ്ടാണ് കണ്ണൂർ രൂപത ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിൽ ഭൂരിഭാഗവും ഈ ചിറക്കൽ ഫൊറോനയാണ്. അതായത് പാപ്പിനിശ്ശേരി മുതൽ കാസർഗോഡ് വരെ.
അങ്ങനെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ എനിക്ക് ഇത് കുറച്ച് കൂടുതൽ ഭാരമായിട്ട് തോന്നി. ഈ ഒരൊറ്റ ആൾ തന്നെ ഫൊറോന വികാരിയായിട്ട് കഴിയുക അതൊരു വിഷമമാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2-3 അച്ഛന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിത് ഇവിടെ ഒരു ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം, എന്നിട്ട് പിതാവിനൊന്ന് ഒന്ന് അറിയിക്കണം. ഇതെനിക്ക് ഇത്തിരി ഭാരമായിട്ട് തോന്നുന്നു. നമുക്ക് ഈ ഫൊറോന ഒരു 4 ഫൊറോനയായിട്ട് വിഭജിച്ചാൽ എന്താ? അപ്പോൾ അവർ പറഞ്ഞു വളരെ നല്ലത്. അപ്പോൾ അവരുടെ ഒത്താശയിൽ ഞങ്ങൾ കുറേ കാര്യങ്ങളെല്ലാം എടുത്തു. അതായത് രൂപതയല്ല, ഈ ഫൊറോന, ചിറക്കൽ ഫൊറോന 4 ഫൊറോനകളായിട്ട് വിഭജിക്കുക. പിന്നെ ഓരോ അച്ഛന്മാരുടെയും ട്രാൻസ്ഫേഴ്സ്, അത് ഏറ്റവും കൂടുതൽ വികാരി അച്ഛന്മാർ 5 വർഷം, അല്ലെങ്കിൽ 3 വർഷം, അല്ലെങ്കിൽ 5 വർഷം, അങ്ങനെ ഒരു ചില കാര്യങ്ങളെല്ലാം നിർമ്മിച്ചു. ഈ അച്ഛന്മാരെല്ലാവരും ഒപ്പിട്ടു. എല്ലാവരും ഞാൻ ഫൊറോന മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഫൊറോന മീറ്റിങ്ങിൽ വെച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു, വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു. അത് ആ മെമ്മോറാണ്ടം, അച്ഛന്മാരുടെ മെമ്മോറാണ്ടം, 32 അച്ഛന്മാരുടെ മെമ്മോറാണ്ടം കൊണ്ടുവന്ന് നമ്മുടെ മാക്സിൽ പിതാവിൻ്റെ അടുത്ത് കൊടുത്തു. രൂപതയിലെ എല്ലാ അച്ഛന്മാരും, അന്ന് അവിഭക്ത രൂപതയാണ്, കണ്ണൂർ രൂപതയും കോഴിക്കോടും ഒന്നിച്ച് കിടക്കുന്ന അവസരം. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് വന്നപ്പോൾ പിതാവ് ഈ പ്രപ്പോസലൊന്ന് വായിച്ചു. എല്ലാത്തിനും കയ്യടിയായിരുന്നു. എല്ലാം അപ്രൂവ് ചെയ്തു. അതായത് 4 ഫൊറോനയെന്നാണ് 4 ഫൊറോനകളായി മാറ്റണമെന്നായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് 3 ഫൊറോനകളായി മാറ്റി. ചിറക്കൽ നോർത്ത്, ചിറക്കൽ സൗത്ത്, ചിറക്കൽ വെസ്റ്റ്, ഇങ്ങനെ 3 ഫൊറോനകളായിട്ട് വായിച്ചു. അതുപോലെ തന്നെ ഈ അച്ഛന്മാരുടെ ട്രാൻസ്ഫേഴ്സും എല്ലാം ഏകദേശം പ്രാവർത്തികമായി വന്നു. സാമ്പത്തികമായും സാമൂഹികമായും ഏറെ പിന്നോക്കാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു വലിയ ജനവിഭാഗം, അവർ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചേർന്നത്. കൈറോണി അച്ഛൻ്റെയും സുക്കോളച്ഛൻ്റെയും തുടങ്ങി ഏറെ പേരുടെ പരിശ്രമഫലമായി ഏറെക്കുറെ സ്വാഭാവിക ജീവിതശൈലിയിലേക്ക് അവർ കടന്നെത്തിയിരുന്നു. എന്നാൽ മറ്റേതു സമൂഹങ്ങളെയും പോലെ പര്യാപ്തരാണ് തങ്ങൾ എന്ന ബോധ്യം അവരിൽ ജനിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോറിന് കഴിഞ്ഞു. പിലാത്തറ വ്യാകുലമാതാ പള്ളി പുതുക്കിപ്പണിയുവാൻ തീരുമാനമെടുത്തത് വലിയൊരു നാഴികക്കല്ലായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ചിറക്കൽ മിഷൻ ദേശത്തുനിന്നും വ്യക്തമായ പങ്കാളിത്തത്തോടെ ഇത്തരത്തിൽ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിക്കുവാൻ അദ്ദേഹത്തിനായി. അങ്ങനെ ഞാൻ 5-ാമത്തെ വർഷത്തിലെത്തിയപ്പോൾ ഞാൻ പള്ളി പണിയാനായിട്ട് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ആ പള്ളി പണിയെക്കുറിച്ചും 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ പള്ളി, എല്ലാവരും ഉൾക്കൊള്ളാനായിട്ട് ആ പള്ളിയിൽ സാധ്യമല്ല. എല്ലാ ഞായറാഴ്ചയും ജനങ്ങളെല്ലാം പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പള്ളി പണിയണം എന്നുള്ളൊരാഗ്രഹം. പൊതുയോഗം വിളിച്ചു, അവരെല്ലാവരും സമ്മതിച്ചു, നമുക്ക് പണിയണം. അങ്ങനെ ഈ കാര്യം ബിഷപ്പിനെ അറിയിക്കുകയാണ്. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, നിങ്ങളെന്താണ് പിരിച്ചെടുക്കുന്നത് അതാദ്യം കൊണ്ടുപോവാ, എന്നിട്ട് നമുക്ക് പള്ളി പണിയാമെന്ന്. ചിറക്കൽ മിഷനിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാവരും പാവപ്പെട്ടവരാണ്. ഒട്ടുമുക്കാൽ വീടുകളും പിന്നെ സഭ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു, പിതാവ് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു നല്ലൊരു കോൺട്രിബ്യൂഷൻ പള്ളിക്കായിട്ട് ഒരുക്കണം, എന്നാൽ തീർച്ചയായിട്ടും പിതാവ് പള്ളി പണിയാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങളാൽ കഴിയും വിധത്തിൽ ഞങ്ങൾ പണിയാം. അപ്പോൾ അതിനൊരു ഗ്രൂപ്പ്, ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. അവർ എല്ലാവരും നടന്ന് ഓരോ വീടുകളിൽ പോയി. നിങ്ങൾക്ക് അത്ഭുതം തോന്നും, നമ്മളുടെ പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങളിൽ നിന്നും 50,000 രൂപ 1990 പിരിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയൊരു
സംഖ്യയാണ്. 1990 50,000 രൂപ ജനങ്ങളിൽ നിന്നും, പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും പിരിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോഴ പിതാവ് പറഞ്ഞതാണ് ആദ്യത്തെ കോൺട്രിബ്യൂഷനാണ് ചെറക്കൽ മിഷനിലെ നമ്മുടെ രൂപതയിലെ, അതായത് അന്ന് ഒറ്റ രൂപതയായിട്ട് കഴിഞ്ഞു, കോഴിക്കോട് രൂപത, കണ്ണൂരും ഒന്നിച്ചു കിടക്കുന്ന അവസരം. അദ്ദേഹം മാക്സിൽ പിതാവ് പറഞ്ഞതാണ് നമ്മുടെ കോഴിക്കോട് രൂപതയുടെ ചരിത്രത്തിൽ ചിറക്കൽ മിഷനിൽ നിന്നും പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു കോൺട്രിബ്യൂഷനോടുകൂടി പള്ളി പണിയാനായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളാണ് വരുന്നത്. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോറിൻ്റെ അടുത്ത പ്രവർത്തന മേഖല കോഴിക്കോട് നഗരം തന്നെയായിരുന്നു. പതിവ് പോലെ തന്നെ തികച്ചും വ്യത്യസ്തങ്ങളും എന്നാൽ ക്രിയാത്മകവുമായ പാതയിലൂടെയാണ് ദൈവം അദ്ദേഹത്തെ വഴി നടത്തിക്കൊണ്ടിരുന്നത്. കോഴിക്കോട് നഗരത്തിലെ സെയിൻറ്റ് ജോസഫ് പള്ളിയുടെ വികാരി സ്ഥാനത്തേക്ക് അദ്ദേഹം നിയമിതനായപ്പോൾ അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് ഏറെ മഹത്തായ ഉത്തരവാദിത്വങ്ങളായിരുന്നു. സാമ്പത്തികമായും സാമൂഹികമായും ഏറെ മെച്ചപ്പെട്ട ഒരു ജനതയ്ക്കിടയിൽ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയോഗം. ഏറ്റവും മനോഹരമായി ആ കൈകളിലൂടെ ഏറെ ദൈവിക പദ്ധതികൾ നടപ്പായിക്കൊണ്ടിരുന്നു. 1996 കോഴിക്കോട് ടൗണിലോട്ട് വരിക, സെയിൻറ്റ് ജോസഫ് ദേവാലയത്തിലേക്ക്. എല്ലാം ടൗണിൻ്റെ പ്രതീതി, നല്ല ജനം, എല്ലാവരും നന്നായിട്ട് എന്നോട് സഹകരിക്കുന്നു. ആദ്യം വന്ന ഉടനെ ജനങ്ങളെ പറഞ്ഞു, ഇവിടെ സെയിൻറ്റ് ജോസഫ് ഇടവകയിൽ, സെയിൻറ്റ് ജോസഫ് ഇടവകയാണ്, പക്ഷേ ഇവിടെ ഒരു ഊട്ട് തിരുനാളൊന്നുമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഈ വർഷം മുതൽ വയ്ക്കണം, ഊട്ട് തിരുനാൾ ആരംഭിക്കണം. അങ്ങനെ ആ വർഷം തന്നെ, അല്ല പിറ്റേ വർഷം മാർച്ച് 19 ഞങ്ങൾ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു ഊട്ട് തിരുനാൾ വെച്ചു. 500 പേരുടെ ാണ് ഭക്ഷണം ഒരുക്കിയത്. പക്ഷേ അന്ന് തന്നെ 800 പേരോളം വന്ന് ഭക്ഷണം കഴിച്ചു. അന്ന് ആരംഭിച്ച ഈ ഊട്ടുതിരുനാൾ ഇപ്പോഴ് 2015 ആയപ്പോൾ മോർ ദാൻ 10,000 പീപ്പിൾ അവിടെ വന്ന് ഊട്ടുതിരുനാളിന് സംബന്ധിക്കുന്നു. അപ്പം അത്രയും ജനം വരികയും വളരെ ആഘോഷമായിട്ട് തീരുകയും ചെയ്യുന്നു. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തരെ ദൈവം എടുത്തുപയോഗിക്കുന്ന കാഴ്ച വിസ്മയനീയമാണ്. ഓരോ അവസരങ്ങളിലും ദൈവിക പദ്ധതികൾക്കനുസൃതമായി അക്ഷരാർത്ഥത്തിൽ തന്നെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി അവർ മാറുന്നു. കോഴിക്കോട് നഗരത്തിൻ്റെ ആത്മീയ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച ഏറെ പുതിയ പദ്ധതികൾ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ്റെ നേതൃത്വത്തിൽ സെയിൻറ്റ് ജോസഫ് ദേവാലയത്തിൽ നടപ്പാക്കപ്പെട്ടു. ഇന്ന് അവിടെ ഉണ്ണീശോയുടെ നൊവേന വലിയ ജനപങ്കാളിത്തത്തോടെ നടത്തിപ്പോരുന്നതിൻ്റെ പിന്നിലും വലിയൊരു ദൈവിക ഇടപെടലും അതിനോട് ചേർന്ന അദ്ദേഹത്തിൻ്റെ സഹകരണവുമുണ്ട്. ഒരു ദിവസം ഞാൻ പാർലറിലിരിക്കുകയാണ്. അപ്പോഴേ ഒരു 3-4 അപരിചിതർ വന്ന് കാറിൽ നിന്നും ഇറങ്ങി. അവരെ കണ്ടപ്പോഴേ തോന്നി ഏതായാലും ഈ നാട്ടുകാരല്ല. അപ്പോൾ അവർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ മംഗലാപുരമാണ് ഒറിജിൻ, പക്ഷേ ഞങ്ങൾ ബാംഗ്ലൂരുകാരാണ്. നമ്മൾ എന്താ വന്നതെന്ന് പറഞ്ഞു. അവർ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വന്നത് ഇവിടെ താജ് ഹോട്ടലിൽ ജോലിക്ക് വന്നതാണ്. അപ്പോൾ എവിടെ ഞങ്ങൾ മാർബിളാണ് ഞങ്ങളുടെ മാർബിൾ
വിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. എവിടെ ഞങ്ങൾ മാർബിളിന് പണി കിട്ടുമോ അവിടെ ഞങ്ങളെപ്പോഴും ഉണ്ണീശോയുടെ ഒരു സ്റ്റാച്യൂയും മണ്ഡപവും കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഏതായാലും ഈ മണ്ഡപമൊക്കെ പെർമനൻ്റായിട്ടുള്ള സാധനമല്ലേ, അപ്പോൾ പള്ളിക്കകത്തും വേണ്ടേ, അത് ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് പറയാം, പിതാവിനോട് സ്ഥലം ചോദിക്കണം എനിക്ക്. അപ്പം അങ്ങനെയാണ് നിയമം. നമ്മൾ എന്തെങ്കിലും ഓൾട്ടറിലും ഇപ്പോഴത്തേക്ക് വരികയാണെങ്കിൽ പിതാവിൻ്റെ അനുവാദം വേണം. ഞാൻ ഉടനെ പിതാവിൻ്റെ അടുത്ത് വന്നു, പിതാവിനോട് പറഞ്ഞു, പിതാവ് അനുവദിച്ചു. 1997 ജൂലൈ 3 എൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാളിൽ അവർ എല്ലാ പരിപാടിയും തീർത്ത് നൊവേന ആരംഭിക്കാനുള്ള ഇതെല്ലാം ഞാൻ ചെയ്തു. ജൂലൈ 3 ഉണ്ണീശോയുടെ നൊവേന ആരംഭിച്ചു. അതിനുശേഷം ധാരാളം അനുഗ്രഹങ്ങൾ, ഒത്തിരി ജനം വരാൻ തുടങ്ങി. വ്യാഴാഴ്ചകളിൽ ധാരാളം ജനങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പോഴ് ആയിരങ്ങളാണ് വരുന്നത്. അവിടെ ഇപ്പോഴത്തെ വികാരിയച്ചൻ ഫാദർ അലോഷ്യസ് കുളങ്ങര, അദ്ദേഹം രാവിലെ മുതൽ ഒരു ധ്യാനമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 10:10:30 കുർബാനയ്ക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്ന പള്ളിയാണെങ്കിൽ വലിയ പള്ളിയാണ്. ആ പള്ളി നിറയെ ജനമാണ് ഈ നൊവേനയ്ക്ക്. കോഴിക്കോട് നഗരത്തിൽ തന്നെ സഭൈക്യ രംഗത്തും കരിസ്മാറ്റിക് നവീകരണ രംഗത്തും വിപ്ലവകരമായ പുരോഗതി കൈവരിക്കുവാനും ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോറിൻ്റെ അക്കാലത്തെ നേതൃത്വത്തിനായി അന്ന് തുടക്കം കുറിച്ച എക്യുമെനിക്കൽ ക്ലർജി ഫെലോഷിപ്പും ക്രിസ്തുവിൻ്റെ വിവിധ സമൂഹങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയത്. അതുപോലെ തന്നെ അവിടെ ഇന്നും ഏറ്റവും മനോഹരമായി ജനസഹസ്രങ്ങൾ പങ്കെടുക്കുന്ന കരിസ്മാറ്റിക് കൺവെൻഷനുകൾക്ക് തുടക്കമിട്ടതും അദ്ദേഹമാണ്. ഇത്തരത്തിൽ ഒരു വലിയ സമൂഹത്തെ ആത്മീയമായി കൈപിടിച്ച് നടത്തുവാൻ ദൈവം നൽകിയ അവസരങ്ങളെ അദ്ദേഹം ഏറ്റവും ഭംഗിയായി വിനിയോഗിച്ചു. മറ്റൊരു കാര്യം അവിടെ വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ സാധിച്ചത് എക്യുമേനിക്കൽ ക്ലർജി ഫെലോഷിപ്പിനെ വളർത്താനാണ്. അത് വത്തിക്കാൻ സുനഹദോസിൻ്റെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നത്, നമ്മൾ എക്യുമേനിക്കൽ ഗ്യാതറിംഗ് ഉണ്ടാകണം, അങ്ങനെ സഭ ഐക്യത്തിലൂടെ നീങ്ങണമെന്നെല്ലാം വത്തിക്കാൻ സെക്കൻഡ് അനുശാസിക്കുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അവിടുത്തെ അച്ഛന്മാരെ എല്ലാവരെയും കൂട്ടി, അതായത് ക്ലർജി ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എക്യുമേനിക്കൽ ക്ലർജി ഫെലോഷിപ്പ് ആരംഭിച്ചു. അതും ഇന്നും വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. മറ്റൊരു കാര്യം, ഞാനും എൻ്റെ അയൽപക്കത്തുള്ള വൈദികരും ചേർന്നുകൊണ്ട് ടൗണിലെ ഒരു കരിസ്മാറ്റിക് കൺവെൻഷൻ ആരംഭിച്ചു. ആ കരിസ്മാറ്റിക് കൺവെൻഷന് നമ്മളാണ് മുന്നോട്ട് നിൽക്കേണ്ടത്, മറ്റുള്ളവരത് താനേ വന്നുകൊള്ളും, പക്ഷെ നിങ്ങളെല്ലാവരും വരണമെന്ന് പറഞ്ഞിട്ട് ചെറിയാച്ചനായിരുന്നു അന്നത്തെ സോണൽ പ്രസിഡൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അത് ഇന്നും വളരെ നന്നായിട്ട് കരിസ്മാറ്റിക് കൺവെൻഷൻ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇങ്ങനെ പോട്ടയിലെയും മറ്റു പല കരിസ്മാറ്റിക് പ്രീച്ചേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് അത് നടത്താറുള്ളത്. അത് ഭംഗിയായിട്ട് ഇന്നും പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായി. അതുപോലെ തന്നെ ഞാൻ പള്ളി പണി ആരംഭിക്കുകയും ചെയ്തു.
തികഞ്ഞ ശാന്തതയോടെ, എന്നാൽ കർത്താവിൻ്റെ അജഗണത്തോടുള്ള തികഞ്ഞ തീക്ഷ്ണതയോടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ അഭിഷിക്തൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് ദൈവവിളിയുടെ മഹാത്മ്യമാണ്. വ്യക്തമായ ഒരു ദൈവിക തെരഞ്ഞെടുപ്പിലൂടെ ദൈവം ഈ സമൂഹത്തിൽ നടപ്പിൽ വരുത്തുന്ന വലിയ കാര്യങ്ങൾ ഈ അനുഭവ കഥകളിലൂടെ ചുരുളഴിയുന്നു. സ്നേഹത്തിൻ്റെയും സൗമ്യതയുടെയും മാർഗത്തിലൂടെ അനേകാത്മാക്കളെ ദൈവരാജ്യത്തിലേക്ക് ആനയിച്ച ഈ ശുശ്രൂഷകൻ്റെ യാത്ര തുടരുന്നു. പ്രാർത്ഥനാപൂർവം നമുക്ക് അദ്ദേഹത്തിന് ആത്മീയ പിന്തുണയേകാം. നല്ല ആരോഗ്യമെല്ലാം നൽകി എന്നെ നയിക്കുന്ന കർത്താവിന് പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈ പൗരോഹിത്യ ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് നാളിതുവരെ എനിക്ക് നയിക്കാൻ സാധിച്ചത്. അത് ഞാൻ എന്നും കർത്താവിന് നന്ദിയുള്ളവനായിരിക്കും. കർത്താവ് എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യമാണ് എന്നെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കുന്നത്. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, ഒരൊറ്റ ഉദ്ദേശമാണ്. ആ ഉദ്ദേശമെല്ലാം കർത്താവ് സാധിച്ചു തരുന്നുണ്ട്. ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ വിളിയെക്കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ചിലപ്പോഴെല്ലാം നമുക്ക് ചില തടസ്സങ്ങളെല്ലാം നേരിടും. ആ തടസ്സങ്ങൾ ദൈവഹിതം അനുവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്പം വിഷമതകളൊക്കെ ഉണ്ടായെന്ന് വരും. അതെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തിയും കർത്താവ് തരും.